ഡെൻസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പാൻകേക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചിങ്ങമ്പഴം, നന്നായി പഴുത്ത പഴം വേണേ. ഇനി ചിങ്ങമ്പഴം ഇല്ലെങ്കിൽ ചെറുപഴം ആയാലും മതി. 2 ചെറുപഴം അങ്ങനെ ചേർക്കുക. അപ്പോൾ നന്നായിട്ട് ആദ്യം തന്നെ അരിഞ്ഞ് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി 250 ml പാല് വേണം, 1 കപ്പ് പാല്. അപ്പോൾ ഞാൻ അതിൻ്റെ 1/2 കപ്പ് അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യം തന്നെ അടിച്ചെടുത്തത്. ഇനി ബാലൻസുള്ള പാലും കൂടി അതിലേക്ക് ചേർത്തു. ഇനി നമുക്ക് ചേർക്കാനുള്ളത് മൈദയാണ്. അതും 1 കപ്പ് മൈദ തന്നെ ചേർക്കണം. ഇത് ചെറിയ കപ്പായാണ്, ഞാൻ 2 കപ്പ് ചേർക്കുന്നുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്ക് അതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടി ചേർക്കണം, അപ്പക്കാരം എന്നൊക്കെ പറയുന്നത്. അതുകൂടാതെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് മുട്ടയാണ്. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാനും പറ്റും. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇതാ അടിച്ചെടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. അതുകൂടാതെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇത് മിക്സിയിൽ അടിച്ചെടുക്കണമെങ്കിൽ അപ്പം അടിച്ചെടുക്കാമായിരുന്നു. ഞാൻ അപ്പം ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് പിന്നീട് ചെയ്തത്. ഇനി നമുക്ക് ഒരല്പം ഓയിൽ, അധികം മണമില്ലാത്ത ഓയിൽ വേണം അതിൽ ചേർക്കാനായിട്ട്. വേണമെങ്കിൽ ചേർത്താൽ മതി, അതുകൂടി അതിലേക്ക് ഞാൻ ചേർത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ബട്ടർ ചേർക്കണമെങ്കിൽ ബട്ടറും ചേർക്കാം, ഉരുക്കി ബട്ടർ ആണെങ്കിൽ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ ഞാനിവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായിരുന്നപ്പോഴേക്കും ഒരു നുള്ള ഓയിലും കൂടി അതിലേക്ക് ചേർത്ത് എല്ലാ വശങ്ങളിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ. ഇനി നമുക്ക് നമ്മുടെ ബാറ്ററിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ദോശമാവിൻ്റെ കനം, അത്രയും കനം വേണം. ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് തീ കുറച്ചിട്ടിട്ട് വേണം നമ്മളത് ചുട്ടെടുക്കാനായിട്ട്. അതല്ല എങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ കരിഞ്ഞു പോകും. അതാണ് എൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ചെറിയ തീയിലിട്ടോടാണ് നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഒരു സൈഡ് മുഴുവൻ ഇതേപോലെ പൊങ്ങി വന്ന് വിധം പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി സൈഡ് കൂടി വേവിച്ചെടുക്കാം. ഇതാ കണ്ടില്ലേ? ഈ ഒരു കളറിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ പാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചെറു തീയിൽ വെച്ച് വേണം ചുട്ടെടുക്കാനായിട്ട്, അത് ശ്രദ്ധിക്കുക. അതുകൂടാതെ നമ്മൾ ദോശ പരത്തുമ്പോഴേക്കും നമ്മളിങ്ങനെ ഉരുട്ടണ പോലെ അതിൽ മുകളിൽ നന്നായിട്ട് പ്രസ് ചെയ്തൊന്നും കൊടുക്കരുത്. ആ ഒരു ഒഴിക്കുമ്പോഴുള്ള ഷേപ്പ് അതായിരിക്കും കറക്റ്റ്. ഇനി ഒന്ന് കുമ്പളകൾ ഇതുപോലെ വന്നു തുടങ്ങുമ്പോഴേക്കും തീ ഒരല്പം കുറച്ച് വെച്ചിട്ട് ഒരു അടപ്പ് വെച്ച് മൂടി വെച്ച് വേണം നമ്മൾ അത് ചുട്ടെടുക്കാനായിട്ട്. അതല്ല എങ്കിൽ അടിയിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിങ്ങമ്പഴം അല്ലെങ്കിൽ ചെറുപഴം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വളരെ ടേസ്റ്റാണ് കേട്ടോ. ഇതാ ഒരു വശം നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ മറുവശത്തേക്ക് ഇടാൻ പാടുള്ളൂ. അപ്പോഴും ഇതേപോലെ അധികം പ്രസ് ചെയ്യരുത്, വളരെ മൈന്യൂട്ടായിട്ട് മാത്രം പ്രസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ 1 കപ്പ് മൈദയിൽ നിന്ന് ഒരു 6 മുതൽ 8 വരെ പാൻ കേക്കുകൾ നമുക്ക് കിട്ടും. അതിൽ കൂടുതൽ വേണമെങ്കിൽ പിന്നെയും മൈദ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതനുസരിച്ച് മറ്റുള്ളതും കൂടി അതനുസരിച്ച് കൂട്ടി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒന്നല്ലെങ്കിൽ ഇത് ഉണ്ടാക്കുമ്പോഴേക്കും ബട്ടർ ചേർക്കുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ ഒരല്പം ഇത് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്കതിലേക്ക് വേണ്ടത് മറ്റൊരു സംഭവം തേനാണ്. ഒരല്പം തേൻ കൂട്ടി ഈ പാൻ കേക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി തേനില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്താൽ മതി. ഒരു 3 മിനിറ്റ് കൊണ്ട് 3-4 മിനിറ്റ് കൊണ്ട് നന്നായിട്ടൊന്ന് ഉരുക്കി കിട്ടും. അത് ഇതിൻ്റെ മേളിലേക്കൊന്ന് ചുറ്റിച്ചു കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ നന്നായിട്ട് ഉരുക്കിയിട്ടുണ്ട്. ഇനി ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.